പിന്നെ അദ്ദേഹം തിരിഞ്ഞു പോകുന്നത് 3 വർഷം മുമ്പ് മാസ്റ്റർ ഡെവലപ്പർ എന്ന നിലയിലാണ് പോകുന്നത്. എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നോട്, MD നിങ്ങൾ ഇത് നിർത്തൂടെ, എന്നിട്ട് മാസ്റ്റർ ഡെവലപ്പർ ആവൂ, സ്ഥലം മേടിക്കൂ, ജോയിന്റ് ഡെവലപ്മെന്റ് വേണ്ടി കൊടുക്കുക, എസ്ക്രോ അക്കൗണ്ട് വഴി പൈസ എടുക്കുക, ഒരു തലവേദനയില്ല, ഒരു രീതിയിലുള്ള കാര്യങ്ങളില്ല. അങ്ങനെ അവിടെ 10 ഏക്കർ 20 ഏക്കർ 50 ഏക്കർ 100 ഏക്കർ വരെ വാങ്ങിച്ചിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെയുള്ള ഈ ലാൻഡ് വാങ്ങിച്ചിട്ട് ഈ ഡെവലപ്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആ ഡെവലപ്പറാണ്, നമ്മളല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെയും വളരെയധികം സുരക്ഷിതമാണ്. കോൺഫിഡൻസ് ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവർക്കും അതിൻ്റെതായ ബെനിഫിറ്റുകൾ കിട്ടും എന്ന് ഞാൻ പറയുന്നു. ഒരാൾക്കും ഇതിനെക്കുറിച്ച് ആവലാതി വേണ്ട എന്ന് ഞാൻ പറയുന്നു. പിന്നത്തെ പോയിന്റ്, ഫ്യൂച്ചർ ഓഫ് ദ കമ്പനി. കുറച്ച് പോയിന്റൊക്കെ എഴുതിയാൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്യൂച്ചർ ഓഫ് ദ കമ്പനി. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് കമ്പനി ഇവിടെ കേരളത്തിൽ 12 പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്ന പറഞ്ഞത്. അതിലിപ്പോൾ 8 ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അടുത്ത 12-ാം തീയതി കമ്പനിയുടെ 20ാമത്തെ ആനിവേഴ്സറിയാണ്. ആ ദിവസം ഞാൻ 2 പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ നാളെ 2 ദിവസം കഴിഞ്ഞ് 12-ാം തീയതി അഖിലേന്ത്യാ പണിമുടക്ക് ഉള്ളതുകൊണ്ട് അത് ഞാൻ 14-ാം തീയതിക്ക് മാറ്റി. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പല ബിൽഡേഴ്സും വടികോൾ ദാറ്റ് നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ പറഞ്ഞ മണി നിരോധിച്ചില്ലേ, ഡിമോണിറ്റേഷൻ ഉണ്ടായപ്പോൾ പലരും സ്ലോ ചെയ്തു. അതേപോലെ തന്നെ കൊറോണ വന്നപ്പോൾ കുറെ ആൾക്കാരെല്ലാം സ്ലോ ചെയ്തു. ഞാനിത് പുകഴ്ത്തി പറയുന്നതല്ല കേട്ടോ, പക്ഷെ നമ്മൾക്ക് അത് നമ്മുടെ ത്രോട്ടിൽ ഫുള്ള് പോയിക്കൊണ്ടിരുന്നതാണ് ആ സമയങ്ങളിലും. ഒരു വിധത്തിലും ഒരു കാരണവശാലും നമ്മൾ സ്ലോ ചെയ്തില്ല. ഇനി വേറൊരു നഗ്നസത്യം ഞാൻ പറയാം. കോവിഡിന് ഇന്ത്യ മുഴുവൻ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുമ്പോൾ ലോകവും തന്നെ ഷട്ട് ഡൗൺ ആയിരുന്നു. ആ ഒരു മാസം കോൺഫിഡൻസ് ഗ്രൂപ്പ് 16 കോടി രൂപയുടെ സെയിൽസ് എടുത്തെന്നുള്ള സത്യം. 16 കോടി രൂപയുടെ. കൊറോണ സമയം കഴിഞ്ഞു. മന്ത്ലി സാലറി എല്ലാവർക്കും അതേ ഡേറ്റിൽ തന്നെ കൊടുത്തുകൊണ്ടിരുന്നു. അതേപോലെ തന്നെ കൊറോണയുടെ ഇത്തരം രീതിയിൽ ഫിനാൻസ് എല്ലാ ബിസിനസ് മേഖലയിലും തകർത്തപ്പോഴും നമ്മളിവിടെ ബോണസ് വരെ കൊടുത്തു. അപ്പോൾ ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ക്ലയൻറ്റ്സ്, ടുവേർഡ്സ് സ്റ്റാഫ്, ടുവേർഡ്സ് എവരിബഡി. ചെയർമാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടെ ഒരു റിയാലിറ്റി ഷോകളൊക്കെ കൊണ്ടുവന്നു. അതിനെല്ലാം എങ്ങനെ നാടിന് അനുഗ്രഹമായി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബിഗ് ബോസ് അങ്ങനെയുള്ള എന്റർടൈൻമെന്റ് കാര്യങ്ങളിലെല്ലാം അദ്ദേഹം പൈസ മുടക്കി. ഓഫ് കോഴ്സ് ബ്രാൻഡിങ്ങിനുണ്ടാവും, പക്ഷെ എന്നിരുന്നാലും അങ്ങനെ പൈസ മുടക്കാൻ താല്പര്യം അതിനുള്ള മനസ്സുമുള്ള ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെയാണ് നമ്മൾ ഓൾച്ചേഴ്സിനെ പോലെ തിന്നണം ഇവിടെയുള്ള ആൾക്കാർ. ഇവിടെയുള്ള പല യൂട്യൂബേഴ്സും അതുപോലുള്ള മാധ്യമക്കാരുമില്ല. നിങ്ങളല്ല കേട്ടോ, സോറി. 100 യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ 3-4 പേരേ ഉള്ളൂ ഇത് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, ഒരു കംപ്ലൈന്റും ഇല്ല. മുഖ്യധാര മീഡിയ എല്ലാം ഞങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്തു. പ്രിന്റ് മീഡിയ ആയിക്കോട്ടെ, വിഷ്വൽ മീഡിയ ആയിക്കോട്ടെ, എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. താങ്ക് യു വെരി മച്ച്. പിന്നെ ഇതിനകത്ത് വേറെ എന്താ പറയാൻ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും. അത് നിങ്ങൾ നല്ല രീതിയിൽ എടുത്ത് ചെയ്യുക. കാരണം ഞങ്ങളുടെ ക്ലയൻസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ മീഡിയകൾ വഴിയേ എത്താൻ പറ്റുള്ളൂ. ഇന്നലെ ഞാനൊരു യൂട്യൂബ് കണ്ടു. അതിലും വലിയ തമാശയായിട്ട് എനിക്ക് തോന്നി. ചെയർമാൻ ബാംഗ്ലൂർ ഒരു വീട് വെക്കുന്നുണ്ട്.
1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ പാലസാണ് ഉണ്ടാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് പാലസ്. അപ്പൊ അദ്ദേഹം വയ്ക്കുന്ന വീട് എനിക്കറിയാവുന്നതാണ്. 25-30 വർഷം മുമ്പ് വാങ്ങിച്ച 35-40 വർഷം പഴക്കമുള്ള അന്നത്തെ അല്ല, ഒരു 10 വർഷം 15 വർഷം പഴക്കമുള്ളത്. ഇപ്പോൾ അദ്ദേഹം അവിടെ താമസിച്ച് 25 വർഷത്തോളം കഴിഞ്ഞു. അപ്പോൾ അത് ഡിമോളിഷ് ചെയ്തിട്ട് അദ്ദേഹം അവിടെ പണിയുന്നു. 12 സെന്റിന്റെ അത് കോർമംഗലിലാണ് ആ വീട്. ഈ 12 സെന്റിൽ എത്ര ലക്ഷം സ്ക്വയർ ഫീറ്റ് പണിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതെല്ലാമാണ് ഇവിടുത്തെ നമ്മളുടെ പല പല നെഗറ്റീവ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന യൂട്യൂബേഴ്സും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം, ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ പത്രസമ്മേളനം വിളിച്ചപ്പോഴും മുഖ്യധാരയിലുള്ള ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. നമ്മളതൊരു കൾച്ചറായിട്ട് എടുക്കുക. ഇതുപോലുള്ള നോൺസെൻസുകളൊക്കെ എല്ലാം നമ്മൾ പുറത്താക്കുക. ഞാൻ പറഞ്ഞു ഇവിടെ യൂട്യൂബേഴ്സിനെ കയറ്റാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളെ ആ ഒരു കൾച്ചർ എടുത്ത് ഇനിയുള്ള പ്രസ് മീറ്റും അങ്ങനെയുള്ള കാര്യങ്ങളുള്ളപ്പോൾ അതായത് പത്രധർമ്മ പക്ഷേ നെഗറ്റീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഒഴിവാക്കി നിങ്ങൾ മുഖ്യധാര TV, ന്യൂസ്, പ്രിന്റ് മീഡിയ അവരെല്ലാം വിളിച്ചിട്ടുള്ള പ്രസ് മീറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നു. പിന്നെ ചെയർമാന്റെ മരണത്തെക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ റെസ്ട്രിക്ഷൻ ഞാൻ പറഞ്ഞല്ലോ 3 പ്രാവശ്യം എന്നെ വിളിച്ചു കഴിഞ്ഞു. അവരുടെ ആളിവിടെ ഉണ്ടാകാൻ ചാൻസും ഉണ്ടെന്ന് തോന്നുന്നു. അവരെവിടെയാണ് എക്സാക്ട് ലൊക്കേഷൻ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അവസ്ഥ. ജനറലായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, അത് ഞാൻ മറുപടി പറയാം. താങ്ക് യു. അങ്ങ് CJ റോയിയുടെ ഒരു അടുത്ത സുഹൃത്ത്, ബിസിനസ് പങ്കാളി മാത്രമായിരുന്നില്ല, ഒരു സുഹൃത്തു കൂടിയായിരുന്നു. അതെ. എന്തുകൊണ്ട് അദ്ദേഹത്തെ ഇമോഷണലി പ്രൊട്ടക്ട് ചെയ്യാൻ താങ്കൾക്ക് പറ്റിയില്ല? തൊട്ടടുത്ത് താങ്കളുണ്ടായിരുന്നു. ഇമോഷണലായിട്ട് പുള്ളി വളരെ സ്ട്രോങ് ആയിട്ടൊരാളാണ്, മനസ്സിലായില്ലേ? പുള്ളി ഒരാളും സപ്പോർട്ട് ചെയ്യണോ ഒരാളും കൺവിൻസ് ചെയ്യണോ പുള്ളിക്ക് താല്പര്യമില്ലാത്ത കാര്യം. ഹി വിൽ സേ അത് മൈ പേഴ്സണൽ പ്രോബ്ലം, അങ്ങനെ പറയുന്നൊരു ഏത് കാര്യത്തിനായാലും. അപ്പോൾ അല്ലാതെ ഞാൻ അവിടെ കൂടെ ഉണ്ടായിരുന്നു, വളരെയധികം കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്കൊരിക്കലും ആ ഒരു രീതിയിലേക്ക് പോകുമെന്ന് എനിക്കറിയില്ലല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ അതൊന്നും അദ്ദേഹത്തിന് റീഡ് ചെയ്യാൻ പറ്റില്ല ആർക്കും. അതായിരുന്നു എൻ്റെ കാര്യം. ഇത്തരം ഒരു ആത്മവിശ്വാസം കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി അതിന്റെ തക്കതായിട്ടുള്ള കാരണങ്ങളില്ലാതെ ഒരു സൂയിസൈഡിലേക്ക് പോകുമോ? അത്ര വീക്കാണോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ടത് അങ്ങനെ ഒരു ഇതിലേക്ക് പോയി? അത് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. എനിക്കതിൽ യാതൊരുവിധ കമന്റും പറയാൻ പറ്റില്ല. അതാണ് അതിന്റെ സത്യം. അതിന്റെ സോറി. തക്കതായിട്ടുള്ള റീസൺസ് അതാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 പ്രാവശ്യം വിളിച്ചിട്ട് സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചിരുന്നു, 3 പ്രാവശ്യം ACP വിളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാനതൊന്നും റിലീവ് ചെയ്യാൻ താല്പര്യമില്ല. അത് എനിക്കും പ്രശ്നമാണ്, എല്ലാവർക്കും പ്രശ്നമാണ്, കമ്പനിക്കും പ്രശ്നമാണ്. ചില പ്രമുഖ സിനിമാ താരങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒത്തിരി ന്യൂസ് വരുന്നുണ്ട്. എന്തോ കേട്ടില്ല. മോഹൻലാലിനെ പോലുള്ള പ്രമുഖ താരങ്ങൾ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയൊക്കെ വരുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണ്? മോഹൻലാലും ഇദ്ദേഹമായിട്ട് എന്താണ് അതിന്റെ ബന്ധം? അങ്ങനെയുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾക്ക് അങ്ങനെ ഒരു ഇൻവെസ്റ്റേഴ്സും ഇല്ല, ഒരു കാര്യമില്ല. അവര് തമ്മിലുള്ള ബന്ധം കാസ്നോവ എന്ന മൂവിയിലൂടെയുള്ള ഒരു ബന്ധമാണ്. ആന്റണി പെരുമ്പാവൂർ അതൊരു ഫാമിലി ഫ്രണ്ടാണ് ഞങ്ങളുടെ. അത്ര ബോണ്ടിങ് ആണ് അവരുമായിട്ട്. അതുപോലെ ഈ ആന്റണി പെരുമ്പാവൂരിന്റെ ഓരോ പിക്ചർ വരുമ്പോഴും സിനിമ റിലീസ് ചെയ്യുമ്പോഴും അതിലെല്ലാം ബാനറിൽ കാർഡ് ഇടുന്നുണ്ട്. ഡോക്ടർ റോയ്, CJ, അത് അങ്ങനെയുള്ള ഇതെല്ലാം അവരുടെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്യുന്നതാണ്. അല്ലാതെ ഇവരാരും
നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുമില്ല, നമ്മൾ പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല, ചെയ്യയില്ല. ഒരാളെ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിൽ എടുക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അവരെ കൊണ്ടുവന്നാൽ അവർ പറയുന്ന പോലെ നമ്മൾ പോകണം. നോ വേ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഡയറക്ഷൻ ഉണ്ട്, ഞങ്ങളുടേതായ സിസ്റ്റം ഉണ്ട്, അതിലേ പോയിക്കൊണ്ടിരിക്കും. ഇതെല്ലാം കാരണം എല്ലാവർക്കും പല രീതിയിൽ പറയാലോ. അപ്പോ അതിന്റെ ഭാഗമാണ് അതെല്ലാം. പാവം മോഹൻലാൽ ഒന്നും അറിഞ്ഞു കാണില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.